നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും ഏറ്റുമാനൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി? നേരത്തെ UDFിൽ കേരള കോൺഗ്രസ് മാണിക്കായിരുന്നു ഏറ്റുമാനൂർ സീറ്റ്. എന്നാൽ മാണി ഗ്രൂപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFിലെത്തി. പിന്നീട് ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കൈമാറുകയായിരുന്നു. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിക്ക് ഏറ്റുമാനൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഏറ്റുമാനൂർ സീറ്റ് കേരള കോൺഗ്രസിന് നൽകണ്ട എന്നും ആ സീറ്റ് കോൺഗ്രസ് തന്നെ എടുക്കണമെന്നുള്ള അഭിപ്രായം വലിയ ശക്തിയായി തന്നെ പാർട്ടിക്കുള്ളിൽ ഉയർന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂർ സീറ്റ് തങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പിനെ അറിയിച്ചതും അവർ സമ്മതിച്ചതും. അതിനുശേഷം ഉയർന്ന ചോദ്യം ഇതാണ്: ആരായിരിക്കും ഏറ്റുമാനൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി? VN വാസവൻ തന്നെയായിരിക്കും CPM സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ആരായിരിക്കും വാസവനെ നേരിടാൻ കോൺഗ്രസ് ഇറക്കുക? അത് സുരേഷ് കുറുപ്പ് ആയിരിക്കുമോ? 2 തവണ സുരേഷ് കുറുപ്പ് CPM ടിക്കറ്റിൽ MLA ആളാണ്. CPMന്റെ സമ്പന്ന നേതാവാണ്. 4 തവണ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്. CPMലെ തിളങ്ങുന്ന താരമാണ്. വലിയ നേതാവായി ഉയരുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. മികച്ച പ്രതിച്ഛായുള്ള ആളാണ്. അഴിമതിരഹിതനാണ്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി സുരേഷ് കുറുപ്പ് CPMുമായി LDFുമായി അകൽച്ചയിലായിരുന്നു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ പോലും സുരേഷ് കുറുപ്പ് തയ്യാറായിരുന്നില്ല. സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് ചായുന്നു എന്നുള്ള വാർത്തകൾ ഇടക്കാലത്ത് ഉയർന്നെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ അവസരം കിട്ടിയാൽ താൻ ഉറപ്പായും മത്സരിക്കുമെന്നുള്ള സൂചന അദ്ദേഹം ചില അടുത്ത സഹപ്രവർത്തകർക്ക് നൽകിയത്രേ. കാരണം തന്നിൽ നിന്ന് സീറ്റ് തട്ടിയെടുത്ത ആളാണ് VN വാസവൻ എന്നുള്ള ഒരു വിഷമം സുരേഷ് കുറുപ്പിന്റെ മനസ്സിലുണ്ടത്രേ. മാത്രമല്ല, സുരേഷ് കുറുപ്പ് നിന്നാൽ ഉറപ്പായിട്ടും ആ സീറ്റിൽ UDFിന് വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ക്രൈസ്തവ വിഭാഗങ്ങളും ഹിന്ദു വിഭാഗങ്ങളും അവിടെയുള്ള എല്ലാ സാമുദായിക വിഭാഗങ്ങളും സുരേഷ് കുറുപ്പിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള പ്രതിച്ഛായുള്ള ആളാണ് സുരേഷ് കുറുപ്പ്. അഴിമതി തീണ്ടിയിട്ടില്ലാത്ത ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവായ സുരേഷ് കുറുപ്പിനെ UDF സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ അവതരിപ്പിച്ചാൽ കേരള കോൺഗ്രസുകാരുടെയും CPMക്കാരുടെയും കോൺഗ്രസുകാരുടെയും BJPക്കാരുടെയും എല്ലാം വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. അതുകൊണ്ട് സുരേഷ് കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കിയാലെന്നുള്ള ആലോചന വളരെ ശക്തിയായി UDFിൽ നടക്കുന്നുണ്ട്, കോൺഗ്രസിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പായതിനു ശേഷം ആദ്യം കേൾക്കുന്ന പേര് സുരേഷ് കുറുപ്പിന്റെ തന്നെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണോ UDF സ്വതന്ത്രനായാണോ സുരേഷ് കുറുപ്പ് മത്സരിക്കുക എന്നുള്ള വിവരമൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. എന്നാൽ കോൺഗ്രസിന്റെ മനസ്സിൽ, UDFിന്റെ മനസ്സിൽ അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പാണെന്ന കാര്യം ഏറെക്കുറെ തീർച്ചയാണ്.